ത്രിയേക ദൈവത്തിന് സ്തുതി. പൂമ്പാറ്റകളുടെ ഈ പുതിയ എപ്പിസോഡിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്നേഹ സ്വാഗതം. നമുക്ക് ഇന്നൊരു കുഞ്ഞു പാട്ട് പഠിച്ചുകൊണ്ട് തുടങ്ങാം. ദൈവം നമുക്ക് ദാനം തന്നിരിക്കുന്നതായ ശരീരം, ആ ശരീരത്തെ ഏറ്റവും കൃപയോടെ നന്മയോടെ ഉപയോഗിക്കുവാൻ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. അതിനെ ഓർമ്മിപ്പിക്കുന്നതായ ഒരു കുഞ്ഞു പാട്ടാണ്. എന്നോട് ചേർന്ന് ഇത് നമുക്ക് ഒരുമിച്ച് പാടുവാനും പഠിക്കുവാനും ശ്രമിക്കാം. ഈ പാട്ടിൻ്റെ വരികൾ നിങ്ങൾ എൻ്റെ പിന്നാലെ ഒന്ന് ഏറ്റു പറയണം. കൂട്ടുകാരാ, നീ അറിഞ്ഞോ, ദൈവമന്ദിരം നിൻ ദേഹം, ദൈവാത്മാവാം ദിവ്യദാനം പാർക്കുന്നല്ലോ നിന്നിൽ. കുഞ്ഞാടിൻ്റെ രക്തത്തുള്ളിയാൽ വില നൽകി വാങ്ങപ്പെട്ടതാൽ ദൈവമഹത്വം ലക്ഷ്യമാക്കിയിടാം വിലയേറും നിൻ ദേഹത്താൽ. വേദപുസ്തകത്തിലെ ഒരു കുഞ്ഞു വാക്യമാണ്. ആ വാക്യം നമുക്കൊരു പാട്ടായിട്ട് ഒന്ന് പാടാം, കേൾക്കാം. കൂട്ടുകാരാ, നീ അറിഞ്ഞോ, ദൈവമന്ദിരം നിൻ ദേഹം, ദൈവാത്മാവാം ദിവ്യദാനം പാർക്കുന്നല്ലോ നിന്നിൽ. കൂട്ടുകാരി, നീ അറിഞ്ഞോ, ദൈവമന്ദിരം നിൻ ദേഹം, ദൈവാത്മാവാം ദിവ്യദാനം പാർക്കുന്നല്ലോ നിന്നിൽ. കുഞ്ഞാടിൻ്റെ രക്തത്തുള്ളിയാ വില നൽകി വാങ്ങപ്പെട്ടതാ, കുഞ്ഞാടിൻ്റെ രക്തത്തുള്ളിയാ വില നൽകി വാങ്ങപ്പെട്ടതാ, ദൈവമഹത്വം ലക്ഷ്യമാക്കിയിടാം വിലയേറും നിൻ ദേഹത്താ. ദൈവമഹത്വം ലക്ഷ്യമാക്കിയിടാം വിലയേറും നിൻ ദേഹത്താ. ഈ വരികളുടെ അർത്ഥം നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ. ദൈവം നൽകിയതായ ഈ വിലയേറിയ ദാനത്തെ ദൈവമഹത്വത്തിനായി ഉപയോഗിക്കുവാനായിട്ട് നമ്മളെ ആഹ്വാനം ചെയ്യുന്നതായ ഒരു കുഞ്ഞ് പാട്ടാണ്. നമുക്ക് വരി വരിയായിട്ടൊന്ന് പാടി നോക്കാം. കൂട്ടുകാരാ, നീ അറിഞ്ഞോ, ദൈവമന്ദിരം നിൻ ദേഹം, ദൈവാത്മാവാം ദിവ്യദാനം പാർക്കുന്നല്ലോ നിന്നിൽ. അടുത്തത് കൂട്ടുകാരിയോടാണ്. കൂട്ടുകാരി, നീ അറിഞ്ഞോ, ദൈവമന്ദിരം നിൻ ദേഹം, ദൈവാത്മാവാം ദിവ്യദാനം പാർക്കുന്നല്ലോ നിന്നിൽ. കുഞ്ഞാടിൻ്റെ രക്തത്തുള്ളിയാ വില നൽകി വാങ്ങപ്പെട്ടതാ. ചേർന്ന് പാടാം. കുഞ്ഞാടിൻ്റെ രക്തത്തുള്ളിയാ വില നൽകി വാങ്ങപ്പെട്ടതാ, ദൈവമഹത്വം ലക്ഷ്യമാക്കിയിടാം വിലയേറും നിൻ ദേഹത്താ. ദൈവമഹത്വം ലക്ഷ്യമാക്കിയിടാം വിലയേറും നിൻ ദേഹത്താ. ശരീരത്തെക്കുറിച്ച് ചിന്തിച്ചപ്പോൾ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ സംസാരിച്ച ഒരു കുഞ്ഞു പാട്ട് ഞാൻ നിങ്ങൾക്ക് വേണ്ടി എഴുതി വെച്ചതാണ്. ഇത് നിങ്ങൾക്ക് അനുഗ്രഹമായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. കൂട്ടുകാരെ, നിങ്ങൾക്ക് കഥ കേൾക്കാനൊക്കെ ഒത്തിരി ഇഷ്ടമായിരിക്കുമല്ലോ. നമ്മളിപ്പോൾ പാടിയതായ ഒരു പാട്ട് നിങ്ങൾക്ക് പ്രയോജനകരമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇനി ഒരു കുഞ്ഞ് കഥ നമുക്ക് ശ്രദ്ധിക്കാം. ഒരിടത്ത് ഒരു ചെറിയ ഗ്രാമത്തിൽ ഒരു കുഞ്ഞ് കഴുത ജീവിച്ചിരുന്നു. വളരെ സുന്ദരനായിരുന്നു. ചെറിയ കണ്ണുകൾ, മൃദുവായ ചെവികൾ, ഓമനത്വമുള്ള ഒരു രോമക്കുപ്പായം, തനിക്ക് ചുറ്റും നടക്കുന്നതൊക്കെ അതിശയത്തോടെ സൂക്ഷിച്ച് നോക്കുന്ന ഒരു കഴുതക്കുഞ്ഞ്. അവൻ നോക്കുമ്പോൾ കാണുന്ന കാഴ്ചകൾ എന്താണെന്നോ? മുതിർന്ന കഴുതകൾ ചന്തയിലേക്ക് നടന്നു പോകുന്നു. കുതിരകളാകട്ടെ വലിയ പദവികളിലുള്ള മനുഷ്യരെ വഹിച്ചുകൊണ്ട് തല ഉയർത്തി പോകുന്നു. ആടുകൾ മേ മേ എന്ന് ശബ്ദം ഉണ്ടാക്കിക്കൊണ്ട് പുൽപ്പുറങ്ങളിലേക്ക് ഓടുന്നു.
ഒട്ടകങ്ങൾ സാഹസികമായ നീണ്ട യാത്രകൾക്കായി ഒരുങ്ങുകയാണ്. ഇതെല്ലാം കാണുമ്പോൾ ആവേശഭരിതനാകുമെങ്കിലും ഒരു കാര്യം കഴുതക്കുട്ടനെ വിഷമിപ്പിച്ചിരുന്നു. ആരും അവനെ എങ്ങോട്ടും കൊണ്ടുപോകുന്നില്ല. അമ്മയുടെ കൂടെ അല്ലാതെ അവനെങ്ങും പോകാനോ ഒന്നും ചെയ്യാനോ കഴിയുന്നില്ല. ഒരു ദിവസം അവൻ വിഷമത്തോടെ അമ്മയോട് ചോദിച്ചു, അമ്മേ, എന്താ എന്നെ എവിടെയും വിടാത്തത്? എന്നെ എന്താ ആരും കൂടെ കൊണ്ടുപോകാത്തത്? അമ്മ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, നീ കുഞ്ഞല്ലേ മോനെ, ഇനിയും ഏറെ വളരാനുണ്ട്. പക്ഷേ കഴുതക്കുട്ടൻ അമ്മയുടെ വാക്കുകൾ ഇഷ്ടമായില്ല. അവൻ മനസ്സിൽ ഉറപ്പിച്ചു പറഞ്ഞു, എനിക്ക് ശക്തനാകണം, എനിക്ക് വലിയവനാകണം. എല്ലാവരും എന്നെ നോക്കി എത്ര നല്ല സൂപ്പർ കഴുതക്കുട്ടൻ എന്ന് പറയണം. അടുത്ത ദിവസം രാവിലെ എല്ലാവരും ഉറങ്ങുമ്പോൾ കഴുതക്കുട്ടൻ ഒറ്റയ്ക്ക് പുറത്തേക്ക് നടന്നു. ഇന്ന് ഞാൻ എല്ലാവർക്കും മുൻപിൽ എൻ്റെ ശക്തി കാണിക്കും. അവനൊരു വലിയ മരക്കൊമ്പ് കടിച്ച് വലിക്കാൻ തുടങ്ങി. അവൻ വളരെ കഷ്ടപ്പെട്ട് അധ്വാനിച്ചു. സൂര്യൻ്റെ ചൂടേറ്റ് അവൻ തളർന്നു. പക്ഷെ അവൻ നിർത്തിയില്ല. അതിനുശേഷം അവനൊരു മലയുടെ മുകളിലേക്ക് ഓടി 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 കഴുതക്കുട്ടന് ദാഹമായി. ശക്തന്മാർ ക്ഷീണിക്കില്ല, അവൻ മനസ്സിൽ പറഞ്ഞു. അവൻ വിശ്രമമില്ലാതെ പിന്നെയും ഓട്ടം തുടരുകയാണ്. കുറച്ചു കഴിഞ്ഞപ്പോൾ അവൻ്റെ കാലുകൾ വിറയ്ക്കാൻ തുടങ്ങി. ശ്വാസത്തിൻ്റെ ഗതിയൊക്കെ വളരെ വേഗത്തിലായി. ഒടുവിൽ എങ്ങനെയോ ഇഴഞ്ഞ് അവൻ തൻ്റെ വീടിൻ്റെ അരികിലെത്തി. തളർന്ന് തളർന്ന് അവിടെ പതുങ്ങി കിടക്കുകയാണ്. അപ്പോഴേക്കും അവൻ്റെ അമ്മയെത്തി. കഴുതക്കുട്ടാ, എന്താ പറ്റിയത്? അമ്മ ചോദിച്ചു. കഴുതക്കുട്ടൻ്റെ കണ്ണ് നിറഞ്ഞു. എനിക്ക് വലിയവനാണോ അമ്മേ? അമ്മ അവൻ്റെ തലയിൽ സ്നേഹത്തോടെ തഴുകിക്കൊണ്ട് പറഞ്ഞു, മോനെ, ദൈവം നമുക്ക് നൽകിയതായ ഒരു ശരീരം, അത് ദൈവത്തിൻ്റെ സമ്മാനമാണ്. അതിനെ നന്നായി നോക്കണം. നല്ല ഭക്ഷണം കഴിക്കണം, നല്ല വെള്ളം കുടിക്കണം, ക്ഷീണിച്ചാൽ വിശ്രമിക്കണം. ദോഷകരമായതൊന്നും ചെയ്യാതെ നിന്റെ ശരീരത്തെ കാക്കണം. കാരണം ഒരു നാൾ ദൈവം നിന്നെ തൻ്റെ പ്രത്യേക കാര്യങ്ങൾക്കായി ഉപയോഗിക്കും. അന്ന് മുതൽ കഴുതക്കുട്ടൻ തൻ്റെ ശരീരം ശ്രദ്ധിക്കാൻ തുടങ്ങി. ദാഹിച്ചാൽ വെള്ളം കുടിച്ചു, ക്ഷീണിച്ചാൽ വിശ്രമിച്ചു, നല്ല പുല്ല് കഴിച്ചു, ആരോഗ്യത്തോടെ വളർന്നു. ദിവസങ്ങൾ ഇങ്ങനെ കടന്നുപോയി. ഒരു ദിവസം രാവിലെ ഗ്രാമം മുഴുവനും വലിയ ശബ്ദ കോലാഹലമാണ്. യേശു വരുന്നു, യേശു വരുന്നു. ജനങ്ങളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടം തുടങ്ങി. കുട്ടികളാകട്ടെ ചാടി മറിയുകയാണ്. എല്ലാവരും സന്തോഷത്തോടെ ഈന്തപ്പനയുടെ ഇലകളൊക്കെ വീശിക്കൊണ്ട് നടക്കുകയാണ്. അപ്പോൾ രണ്ടാളുകൾ നമ്മുടെ കഴുതക്കുട്ടൻ്റെ അടുക്കലേക്ക് വന്നു. അവർ അവൻ്റെ കയറ് അഴിച്ചു. കഴുതക്കുട്ടന് അതിശയം തോന്നി. എന്നെയോ? അവർ പറഞ്ഞു, കർത്താവിന് നിന്നെ വേണം. കഴുതക്കുട്ടൻ്റെ ഹൃദയം ആവേശത്താൽ തുള്ളി തുടങ്ങി. കുറച്ച് കഴിഞ്ഞപ്പോൾ കഴുതക്കുട്ടൻ യേശുവിൻ്റെ അടുക്കൽ അവനെ കണ്ടുകൊണ്ട് അടുത്തു വന്നു. യേശു കഴുതക്കുട്ടൻ്റെ അടുത്തേക്ക് നടന്നു വന്നിട്ട് അവൻ്റെ കഴുത്തിൽ സ്നേഹത്തോടെ കൈവച്ചു. അവൻ്റെ പേടിയെല്ലാം മാറിപ്പോയി. ജീവിതത്തിൽ ആദ്യമായി യേശുവാണ് അവൻ്റെ മേൽ കയറുവാനായിട്ട് തുടങ്ങിയത്. യേശുവിനെ വഹിച്ചുകൊണ്ട് കഴുതക്കുട്ടൻ പതുക്കെ നടക്കാൻ തുടങ്ങി. ഒരു ചുവട് വെച്ചു, മറ്റൊരു ചുവട് വെച്ചു, മൂന്നാമതൊരു ചുവട് വെച്ചു. ജനങ്ങൾ സന്തോഷത്തോടെ വിളിച്ചു, ഹോശന്ന. കുട്ടികൾ ഉടനെ അത് പാട്ടായിട്ട് പാടുകയാണ്, ഹോശന്ന ഹോശന്ന. ഈന്തപ്പന ഇലകൾ കാറ്റിലാടി തിമിർക്കുകയാണ്. അപ്പോൾ കഴുതക്കുട്ടൻ ഒരു കാര്യം മനസ്സിലായി. അമ്മ പറഞ്ഞത് ശരിയായിരുന്നു. സമാധാനത്തിൻ്റെ രാജാവിനെ വഹിക്കുവാൻ തക്കവണ്ണം ദൈവം തന്നെ തയ്യാറാക്കുകയായിരുന്നു. താൻ കാത്തിരുന്നത് വെറുതെ ആയിരുന്നില്ല. ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുന്നതും ദൈവ മന്ദിരമായ നമ്മുടെ ശരീരം സൂക്ഷിക്കുന്നതും നല്ലതാണ്. യേശു ക്രിസ്തുവും തൻ്റെ ശരീരത്തെ ശ്രദ്ധിച്ചിരുന്നുവെന്ന് സുവിശേഷങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. പക്ഷേ അത് ശരീര സൗന്ദര്യം കാണിക്കാനോ ഞാൻ ശക്തനാണെന്ന് തെളിയിക്കാനോ ആയിരുന്നില്ല. യേശു തൻ്റെ ശരീരത്തെ നന്നായി സംരക്ഷിക്കുകയും വിശ്രമം നൽകുകയും ദൈവവേലയ്ക്കായി ഒരുക്കി വയ്ക്കുകയും ചെയ്തു. സുവിശേഷങ്ങളിൽ യേശു അനേക നാടുകളിലൂടെ വളരെ ദൂരം നടന്ന് യാത്ര ചെയ്തു എന്ന് എഴുതിയിരിക്കുന്നു.
ഗ്രാമങ്ങളിൽ നിന്ന് ഗ്രാമങ്ങളിലേക്ക് പോയി ആളുകളെ സഹായിച്ചു, പഠിപ്പിച്ചു, രോഗികളെ സുഖപ്പെടുത്തി. യേശു നടക്കുകയും ജോലി ചെയ്യുകയും വിശ്രമിക്കുകയും ഒക്കെ ചെയ്തു. ഒരുപാട് ആളുകളെ കണ്ടുമുട്ടിയ ശേഷം അവൻ ശാന്തമായ സ്ഥലങ്ങളിലേക്ക് പോയിരുന്നു വിശ്രമിക്കുകയും ചെയ്തിരുന്നു. ഒരിക്കൽ ബോട്ടിൽ തന്നെ താൻ കിടന്ന് ഉറങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. അവൻ ശിഷ്യന്മാരോടും പറഞ്ഞു, ബാ നമുക്ക് അല്പം വിശ്രമിക്കാം. യേശു നല്ല ഭക്ഷണം കഴിച്ചു, ആളുകളോടൊപ്പം ഭക്ഷണം പങ്കിട്ടു, വിരുന്നുകളിലും വിവാഹങ്ങളിലും ഒക്കെ പങ്കെടുത്തു. അതേ സമയം തന്നെ യേശുവിന് ആത്മനിയന്ത്രണവും ഉണ്ടായിരുന്നു. മരുഭൂമിയിൽ 40 ദിവസം ഉപവസിച്ചത് വലിയ ആത്മീക ശക്തിയുടെയും നിയന്ത്രണത്തിൻ്റെയും ഉദാഹരണമാണ്. യേശുവും തൻ്റെ ശരീരത്തെ സ്നേഹിച്ചു. പക്ഷേ അവൻ എപ്പോഴും അതിനെക്കുറിച്ച് മാത്രം ചിന്തിക്കുകയായിരുന്നില്ല. അവൻ പഠിപ്പിച്ചത് എന്താണെന്നറിയാമോ? ശരീരം പ്രധാനമാണ്, പക്ഷേ ദൈവസ്നേഹം പകരുക എന്നത് ശരീരത്തിലും പ്രധാനമാണ്. സത്യം മുറുകെ പിടിക്കുക എന്നത് ശരീരത്തിലും പ്രധാനമാണ്. ദൈവത്തെ അനുസരിക്കുന്നത് ശരീരത്തിലും പ്രധാനമാണ്. സ്നേഹത്തിനും ദൈവഹിതത്തിനും വേണ്ടി യേശു കുരിശിൽ ശരീരത്തിൽ വലിയ വേദന സഹിച്ചു എന്ന് നമുക്കെല്ലാവർക്കും അറിയാമല്ലോ. അതിനാൽ നമ്മുടെ ക്രിസ്തീയ വിശ്വാസം നമ്മെ പഠിപ്പിക്കുന്ന ഇതാണ്: നിങ്ങളുടെയും ശരീരം ശ്രദ്ധിക്കണം, അതിനെ അവഗണിക്കരുത്. ദോഷശീലങ്ങളാലോ അമിത ഭക്ഷണത്താലോ അതിനെ നശിപ്പിക്കരുത്. പക്ഷേ ശരീരത്തെക്കുറിച്ച് മാത്രം ചിന്തിച്ചും ജീവിക്കരുത്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്: നിങ്ങളുടെ ശരീരം പരിശുദ്ധാത്മാവിൻ്റെ മന്ദിരമാണ്. അതായത് ദൈവം നമുക്ക് നൽകിയ ശരീരം ദൈവത്തിൻ്റെ വാസസ്ഥലം. അത് നല്ലതും വിലപ്പെട്ടതുമാണ്. അതിനാൽ നാം നല്ല ഭക്ഷണം കഴിക്കണം, വെള്ളം കുടിക്കണം, വിശ്രമിക്കണം, ആരോഗ്യത്തോടെ ജീവിക്കണം. എന്തിനെന്നോ, ദൈവം നമുക്ക് നൽകിയ ജീവിതത്തിലൂടെ ദൈവഹിതം നിറവേറ്റി അനേകർക്ക് അനുഗ്രഹമാകേണ്ടതുണ്ട്. ഈ തിരിച്ചറിവോടെ ജീവിപ്പാൻ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രിയപ്പെട്ട കൊച്ചു കൂട്ടുകാരെ, നാം കേട്ടതായ ഈ കഥയിലൂടെയും നാം കേട്ടതായ ആലോചനകളിലൂടെയും നിങ്ങളുടെയും കുഞ്ഞു കുഞ്ഞു ശരീരങ്ങളെ ദൈവകൃപയിൽ നിലനിർത്തുവാനും വളർത്തിക്കൊണ്ടുവരുവാനും നിങ്ങൾക്ക് സാധിക്കട്ടെ. നമുക്ക് ഒരുമിച്ച് ഒരു പ്രാർത്ഥനയിൽ പങ്കുചേരാം. കണ്ണുകൾ അടയ്ക്കാമോ? നമുക്ക് പ്രാർത്ഥിക്കാം. ദൈവമേ, ഞങ്ങൾക്ക് തന്നിരിക്കുന്ന ഈ നല്ല ശരീരത്തിനായിട്ട് ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. ഈ ശരീരത്തെ ദുരുപയോഗം ചെയ്യുവാൻ ഇടയാകരുതേ. ദോഷകരമായ പ്രവൃത്തികളിലൂടെ അതിനെ നശിപ്പിക്കുവാൻ ഇടയാകരുതേ. അതിനെ സ്നേഹിപ്പാനും ആവശ്യമുള്ള വിധത്തിൽ അതിനെ കരുതുവാനും ഞങ്ങളെ സഹായിക്കണമേ. അതോടൊപ്പം തന്നെ ദൈവനാമത്തിൻ്റെ മഹത്വത്തിനായി ഞങ്ങളുടെ ശരീരങ്ങളെ വിട്ടുകൊടുപ്പാനും ഞങ്ങളെ സഹായിക്കണമേ. യേശു മൂലം പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ. ആമേൻ. പ്രിയപ്പെട്ട കൂട്ടുകാരെ, ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ എവിടെയൊക്കെ ആയിരുന്നാലും നിങ്ങളുടെ ശരീരത്തെ സ്നേഹിപ്പാനും അത് ദൈവ വേലയ്ക്ക് വേണ്ടി ഒരുക്കി കാത്തു സൂക്ഷിപ്പാനും ദൈവം എപ്പോൾ നിങ്ങളുടെ ശരീരത്തിൽ ഉപയോഗിക്കുമോ ആ സമയത്ത് അതിന് വിധേയപ്പെട്ട് ദൈവത്തിൻ്റെ പൈതങ്ങളായിട്ട് വളരുവാൻ, ജീവിപ്പാൻ ദൈവം നിങ്ങളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഇനിയും കാണും വരെയും എല്ലാവർക്കും ബൈ ബൈ. See you.